നമസ്കാരം. മുന്നും പിന്നും നോക്കാതെയുള്ള ചില വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയക്കാർ നൽകാറുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ച അധികാരത്തിലെത്തിയാൽ പലരും ഈ വാഗ്ദാനം മറന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDFിൻ്റെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് സൗജന്യമായി KSRTC ബസ്സുകളിൽ യാത്രാ സൗകര്യം നൽകും എന്നുള്ളത്. UDF സർക്കാർ അധികാരത്തിൽ വന്നു. പക്ഷേ അധികാരത്തിൽ വന്നതിനു ശേഷമാണ് തങ്ങൾ നൽകിയ വാഗ്ദാനത്തിന് പിന്നിലുള്ള വലിയൊരു വിഷയത്തെക്കുറിച്ച് അവർക്ക് ബോധവാന്മാരായത്. കാരണം ഇത്തരത്തിൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നൽകിയാൽ അത് വലിയ സാമ്പത്തിക നഷ്ടമായിരിക്കും സംസ്ഥാന സർക്കാരിന് ഉണ്ടാക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ അന്നു തന്നെ മഹിളാ മോർച്ചക്കാർ ഇത്തരത്തിൽ സമരം നടത്തി പരാജയപ്പെട്ടതാണ്, അവഹേളിതരായതാണ്. കാരണം സർക്കാർ അധികാരത്തിൽ വന്ന് മണിക്കൂറുകൾക്കകമാണ് ഇത്തരത്തിൽ സർക്കാർ ഒരു വാഗ്ദാനം നൽകി, അതുകൊണ്ട് ഞങ്ങൾക്ക് സൗജന്യ യാത്ര വേണം എന്നുള്ള തരത്തിൽ അവർ ബസ്സുകളിൽ അതിക്രമിച്ചു കയറി യാത്ര ചെയ്തത്. അതവരെ കൂടുതൽ നാണക്കേടിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് വേറെ കാര്യം. എന്തായാലും അന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് ജൂൺ 15-ാം തീയതി മുതൽ ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കും എന്നാണ്. അതിൻ്റെ ഭാഗമായി ഇന്നലെ മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രി CP ജോണും തമ്മിലൊരു ചർച്ച നടന്നു. ഈ ചർച്ചയിൽ അവർ ഒരു തീരുമാനത്തിലെത്തിയത് ആദ്യത്തെ 100 ദിവസങ്ങൾ ഓർഡിനറി ബസ്സുകളിൽ മാത്രം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാം എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം, അതിൻ്റെ വരും വരായികകളൊക്കെ പഠിച്ചതിന് ശേഷം പിന്നീട് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ ഉൾപ്പെടെയുള്ള ബസ്സുകളിലേക്ക് സൗജന്യ യാത്ര നൽകുന്നതിനെക്കുറിച്ചുള്ള തീരുമാനമെടുക്കാം എന്നുള്ള ഒരു തീരുമാനമാണ് ഇന്നലത്തെ യോഗത്തിൽ മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും തമ്മിൽ കണ്ടെത്തിയത്. എന്തായാലും ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചാൽ KSRTCക്ക് ഒരു വർഷം 1000 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ടാകും. അത് ഓർഡിനറി ബസ്സുകളിൽ ആണെങ്കിൽ അത് 57 കോടി രൂപയുടെ നഷ്ടമാണ് ഒരു മാസം KSRTCക്ക് ഉണ്ടാക്കുക. ഇതെങ്ങനെ പരിഹരിക്കും എന്നുള്ള ആശങ്കയിലാണ് ഇപ്പോൾ സർക്കാർ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് പറയാനുള്ളത് മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് സ്ത്രീകൾ ഇന്ന് എല്ലാ രംഗത്തും തങ്ങളുടെ കഴിവും മികവും ഒക്കെ തെളിയിച്ചവരാണ്. ഏതു രംഗം എടുത്താലും, ബഹിരാകാശത്തായിരുന്നാലും, വൈദ്യശാസ്ത്ര രംഗത്തായിരുന്നാലും, എഞ്ചിനീയറിംഗ് രംഗത്തായിരുന്നാലും, ഭരണരംഗത്തായിരുന്നാലും ഒക്കെ അവർ അവരുടേതായ ഒരു കഴിവ് തെളിയിച്ചവരാണ്. ഇന്ന് ജോലിയില്ലാത്ത സ്ത്രീകൾ വളരെ വിരളമാണ്. പക്ഷേ ആ സ്ത്രീകൾക്ക് പോലും സൗജന്യ യാത്ര അനുവദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. സ്ത്രീകളും പുരുഷന്മാരെ പോലെയാണ്. നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും തുല്യരാണ്, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നൊക്കെയാണ് പറയാറുള്ളതെങ്കിലും സ്ത്രീകൾക്ക് എപ്പോഴും അധിക നിയമ പരിരക്ഷയുണ്ട്. സ്ത്രീകളാണെന്നുള്ള ഒരൊറ്റ പരിഗണന കൊണ്ട് പല കുറ്റകൃത്യങ്ങളിൽ നിന്നും അവർക്ക് ശിക്ഷാ ഇളവ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി സംവരണത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് രംഗത്തായിരുന്നാലും ജോലിയുടെ കാര്യത്തിലായിരുന്ന സർക്കാർ ജോലിയുടെ കാര്യത്തിലായിരുന്നാലും ഒക്കെ അവർക്ക് സംവരണമുണ്ട്. അപ്പോൾ ആ മേഖലയിലും അവർക്ക് മുൻഗണനയുണ്ട്. എന്നിട്ടാണ് ഇത്തരത്തിൽ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നത്. നോക്കൂ, സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലും ഒക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ ശമ്പളം വാങ്ങുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സൗജന്യ യാത്ര നൽകിയില്ലെങ്കിൽ പോലും അവർക്ക് അവരുടെ ജോലിക്ക് പോകാനും തിരികെ വീട്ടിലേക്ക് എത്താനും കഴിഞ്ഞേ മതിയാകൂ. അത് ചെയ്തേ പറ്റൂ. അല്ലാതെ ജോലി കഴിഞ്ഞ് അവിടെ കിടന്നുറങ്ങാനോ അല്ലെങ്കിൽ ജോലിക്ക് പോകാതെ വീട്ടിൽ കിടന്നുറങ്ങാനോ ഒന്നും അവർക്ക് കഴിയില്ല. ഇത്തരത്തിലുള്ള അനാവശ്യമായ സൗജന്യങ്ങൾ യഥാർത്ഥത്തിൽ ജനങ്ങളെ മടിയന്മാരാക്കുകയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കുട്ടികൾക്ക് കൺസെഷൻ സംവിധാനം പണ്ട് മുതലേ ഉണ്ട്. ഇനി എന്തിനാണ് സ്ത്രീകളാണെന്ന പേരിൽ, പെൺകുട്ടികളാണെന്ന പേരിൽ അവർക്ക് അതുകൂടി സൗജന്യമായി നൽകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം സൗജന്യമായി കിട്ടുന്നതിന് ഒരു വിലയും ഉണ്ടാകില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കാര്യമല്ലെങ്കിലും, കാരണം 50,000-ഉം 60,000-ഉം 1,00,000-ഉം ഇനി അത് പോട്ടെ, ഏതെങ്കിലും ഒരു വസ്ത്രശാലയിൽ സെയിൽസ് ഗേളായി നിൽക്കുന്നവർക്ക് പോലും 12,000-ഉം 15,000-ഉം ശമ്പളമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 1,200 രൂപ അവർ ഈ ഒരു യാത്രാക്കൂലിക്കായി മാറ്റിവെച്ചു. അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടുന്നത് കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ സൗജന്യമായി കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം, അതാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള ഒരു കാരണമാകുന്നത്. മാത്രമല്ല ഇത്തരത്തിലുള്ള സൗജന്യങ്ങൾ വാരിക്കോരി നൽകിയാൽ അത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് രാഷ്ട്രീയക്കാരും കരുതുന്നു. ഈ സംവിധാനങ്ങളൊക്കെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയൊക്കെ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ കൊണ്ടുവന്നതാണ്. അങ്ങനെയാണെങ്കിൽ കൊണ്ടുവന്നത് സ്റ്റാലിൻ്റെ ഗവൺമെൻറ്റാണ് തമിഴ്നാട്ടിൽ കൊണ്ടുവന്നത്. എന്നിട്ട് എന്തുകൊണ്ട് രണ്ടാമതിപ്പോൾ സ്റ്റാലിൻ വിജയിച്ചില്ല?
ഇതൊക്കെ ഒരു ചോദ്യമാണ്. അപ്പോൾ ജനങ്ങൾക്കറിയാം എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇത്തരം സൗജന്യങ്ങൾ നൽകുന്നത്. ഈ സൗജന്യങ്ങളൊക്കെ വാരിക്കോരി കൊടുത്തതിന് ശേഷം സ്ത്രീകൾക്ക് ഇനി ഓർഡിനറി ബസ്സുകളിലല്ല, ഇനി ഫാസ്റ്റ് പാസഞ്ചറുകളിലും മിന്നൽ ബസ്സിൽ പോലും ഇത്തരത്തിൽ സൗജന്യ യാത്ര കൊടുത്താൽ പോലും സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു കാര്യമായ വീഴ്ച മതി അടുത്ത തവണ പരാജയപ്പെടാൻ. അതുകൊണ്ട് ഇത്തരത്തിൽ ആർക്കും അനാവശ്യമായിട്ടുള്ള സൗജന്യങ്ങൾ വാരിക്കോരി കൊടുക്കാതിരിക്കണം. അത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് രാഷ്ട്രീയക്കാർ കരുതുന്നുണ്ടെങ്കിലും അത് രണ്ട് തരത്തിലുള്ള ദോഷമാണ് ഉണ്ടാക്കുന്നത്. ഒന്ന്, പൊതുഖജനാവിന് നഷ്ടമുണ്ടാക്കും. രണ്ട്, ജനങ്ങൾക്ക് അനാവശ്യമായി കിട്ടുന്ന ഇത്തരത്തിലുള്ള സൗജന്യങ്ങൾ അവരെ മടിയന്മാരാക്കും എന്നുള്ളതാണ്. എന്തായാലും വി.ഡി. സതീശൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പോൾ തോന്നുന്നുണ്ടാകും അന്ന് ഇത്തരത്തിലൊരു വാഗ്ദാനം നൽകേണ്ടായിരുന്നു എന്ന്. ഇനിയിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികാവസ്ഥയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പോകുന്ന വഴി പൊതുഖജനാവിൽ ഉണ്ടായിരുന്ന ചില്ലറ കൂടി വാരി നിക്കറിൻ്റെ പോക്കറ്റിലിട്ടുകൊണ്ടാണ് പിണറായി വിജയൻ പോയത്. അതുകൊണ്ട് തന്നെ ഇനി പിണറായി വിജയൻ്റെ സർക്കാർ ഉണ്ടാക്കി വെച്ച കടബാധ്യതകൾ എങ്ങനെ തീർക്കും എന്നുള്ള ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ള സർക്കാർ. എന്ന് മാത്രമല്ല, വിരമിക്കൽ ആനുകൂല്യം, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം, ഇതുപോലെയുള്ള കടമകൾ വേറെയും സർക്കാരിനെ കാത്തു കിടപ്പുണ്ട്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഭീമമായ ഒരു നഷ്ടം കൂടി ഉണ്ടാകാൻ പോകുന്നത്. അനാവശ്യമായിട്ടുള്ള ഒരു സൗജന്യം നൽകി അത് ആപത്ത് ക്ഷണിച്ചു വരുത്തുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഇത് വി.ഡി. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും സൗജന്യ യാത്ര 100 ദിവസത്തേക്ക് ഓർഡിനറി ബസ്സുകളിലായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം അത് തുടർന്നില്ലെങ്കിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ ഇപ്പോൾ തന്നെ അതിനുള്ള പ്രതിഷേധങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം. കാരണം DYFIയും ഒക്കെ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ഏതിനെക്കുറിച്ച് സമരം നടത്തണം എന്നറിയാതെ അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വാഗ്വാദങ്ങളും ചർച്ചകളുമൊക്കെ അരങ്ങേറുമെന്ന് പ്രതീക്ഷിക്കാം.